ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകീരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകീരിയിൽ. എൻ അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 16-ാം അധ്യായം 10-ാം വാക്യത്തിൻ്റെ അവസാന പ്രസ്താവന അതിങ്ങനെ രേഖപ്പെടുത്തുന്നു: അവർ എനിക്ക് വിരോധമായി കൂട്ടം കൂടുന്നു എന്ന പദമാണ്. ഭക്തന് വിരോധമായി, നീതിമാന് വിരോധമായി കൂട്ടം കൂടുകയും അവന് വിരോധമായി ദുരാലോചന കഴിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണ് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നീതിക്ക് വേണ്ടി നിൽക്കുകയും ആഴമായി പ്രാർത്ഥിക്കുകയും ദിവ്യമായ ദൈവിക സ്വപ്നങ്ങൾ കാണുകയും ചെയ്തിരുന്ന യോസേപ്പിന് വിരോധമായി സഹോദരന്മാർ കൂട്ടം കൂടുകയും തത്തെ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുന്നതിനും ഇശ്മായേല്യ കച്ചവടക്കാർക്ക് വിൽക്കുന്നതിനും അവർ മുതിർന്നു എന്ന് രേഖപ്പെടുത്തപ്പെടുകയാണ്. എന്നാൽ നീതിമാനായ യോസേപ്പിന് വിരോധമായി കൂട്ടം കൂടുകയും അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുകയും ഇശ്മായേല്യ കച്ചവടക്കാർക്ക് വിൽക്കുകയും ചെയ്ത സഹോദരന്മാർ യോസേപ്പിൻ്റെ മുൻപിൽ പിന്നത്തേതിൽ വന്നു നിൽക്കുന്ന ഒരു ദൃശ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ ഭക്തിയോടെ ജീവിക്കുവാൻ വേണ്ടി ഉത്സാഹിക്കുന്ന ദാനിയേലിന് വിരോധമായി ആളുകൾ രേഖ എഴുതുകയും തന്നെ വിശന്ന് കിടക്കുന്ന സിംഹത്തിൻ്റെ കുഴിയിൽ ഇട്ട് കളയണമെന്ന് രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ വാങ്ങുകയും ചെയ്തിരിക്കുകയാണ്. ഇവിടം കൊണ്ട് ഭക്തനായ ദാനിയേൽ അവസാനിക്കുമെന്ന് തനിക്ക് വിരോധമായി കൂട്ടം കൂടിയവരാലോചിച്ചു. അങ്ങനെ വിശന്ന് കിടക്കുന്ന സിംഹത്തിൻ്റെ കുഴിയിലേക്ക് ദാനിയേൽ വീഴ്ത്തപ്പെട്ടു. എങ്കിലും അതിൻ്റെ നടുവിൽ ഇറങ്ങിച്ചെന്ന് തന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ദൈവമാക്കി വെച്ചിരുന്ന ദൂതനെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെടുകയാണ്. സുവിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന് വിരോധമായി ആളുകൾ കൂട്ടം കൂടി അവനെ ക്രൂശിക്ക എന്ന് ആർത്തു വിളിക്കുകയാണ്. തിന്മ പ്രവർത്തിച്ച ബറാബാസിനെ വിട്ടുതരികയും നീതിമാനായ യേശുവിനെ ക്രൂശിക്കുകയും ചെയ്യണമെന്ന ആളുകൾ യേശുവിന് വിരോധമായി കൂട്ടം കൂടി ആവശ്യപ്പെടുകയാണ്. അവരുടെ ആവശ്യപ്രകാരം പീലാത്തോസ് യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു എന്നത് സത്യമാണ്. എന്നാൽ 3-ാം നാൾ വിരോധമായി കൂട്ടം കൂടിയവരെ അമ്പരപ്പെടുത്തിക്കൊണ്ട് ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് യേശു കർത്താവ് കല്ലറയെ ഭേദിച്ച് പുറത്തു വരികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീതിക്ക് വേണ്ടി, സത്യത്തിനു വേണ്ടി പരമാർത്ഥതയോടുകൂടി നിലനിൽക്കുന്ന നീതിമാന് വിരോധമായി കൂട്ടം കൂടുന്ന സഹോദരന്മാർ കണ്ടെന്നു വരാം, സമൂഹം കണ്ടെന്നു വരാം. എന്നാൽ അവരുടെ നടുവിൽ നമ്മെ കാക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ വിടുവിക്കുന്ന, അവരുടെ മുൻപിൽ നമ്മെ മാനിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഈ ദൈവത്തിൻ്റെ വചനം നമ്മെ ആഴമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിന്ദിക്കുന്നവരുടെ മുമ്പിൽ, പരിഹസിക്കുന്നവരുടെ മുമ്പിൽ, നമുക്ക് വിരോധമായി കൂട്ടം കൂടുന്നവരുടെ മുൻപിൽ നാം തകർന്ന് ക്ഷീണിച്ചു പോകുന്നവരായിട്ടല്ല, നാം ആത്മനിയോഗം പ്രാപിച്ച് നമ്മോട് കൂടെ ശക്തനായവനുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട്
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ദിനരാത്രങ്ങൾ നമുക്ക് മുൻപോട്ട് നീങ്ങാം. ആ തലത്തിൽ ദൈവത്തിന് മഹത്വം നമുക്ക് കാണുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾക്ക് വിരോധമായി കൂട്ടം കൂടുന്നവരെ കണ്ടിട്ട് ഭയപ്പെട്ട് ഓടി ഒളിക്കുന്നവരായിട്ടല്ല, യോസേപ്പിനോട് കൂടെ ഇരുന്ന ദൈവം, ദാനിയേലിനോട് കൂടെ ഇരുന്ന ദൈവം, കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരുന്ന ദൈവസാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യത്തോടെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.